إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരങ്ങളെ, റബ്ബ് സുബ്ഹാനഹു വ തആലയെ മരണം വരെ സൂക്ഷിച്ച് തഖ്വയോടെ ജീവിക്കേണ്ടവരാണ് ഞാനും നിങ്ങളും എന്ന കാര്യം ആദ്യമായി ഓർമ്മപ്പെടുത്തട്ടെ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നമ്മെ പഠിപ്പിച്ചിട്ടുള്ള സുപ്രസിദ്ധമായ അവിടുത്തെ വാക്കുകളിൽ ഒന്നാണ്, ഇദാ മാതൽ ഇൻസാനു ഇൻഖതഅ അൻഹു അമലുഹു ഇല്ലാ മിൻ സലാസ് ഇല്ലാ മിൻ സദഖത്തിൻ ജാരിയ ഔ ഇൽമിൻ യുൻതഫഉ ബിഹി ഔ വലദിൻ സാലിഹിൻ യദ്ഉ ലഹു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ മാതൽ ഇൻസാൻ, ഒരു മനുഷ്യൻ മരിച്ചാൽ, ഇൻഖതഅ അൻഹു അമലുഹു, അവന്റെ പ്രവർത്തനങ്ങളെല്ലാം മുറിഞ്ഞു പോകുന്നതാണ്, ഇല്ലാ മിൻ സലാസ്, മൂന്ന് കാര്യങ്ങളിൽ നിന്നൊഴികെ, ഇല്ലാ മിൻ സദഖത്തിൻ ജാരിയ, ജാരിയത്തായ നിലനിൽക്കുന്ന സദഖ ഒഴികെ, അതായത് ഒരാൾ വഖഫ് ചെയ്തതൊഴികെ, ഔ ഇൽമിൻ യുൻതഫഉ ബിഹി, അല്ലെങ്കിൽ അവൻ പഠിപ്പിച്ച ഉപകാരപ്രദമായ ഒരു വിജ്ഞാനം ഒഴികെ, ഔ വലദിൻ സാലിഹിൻ യദ്ഉ ലഹു, അല്ലെങ്കിൽ അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സാലിഹായ ഒരു സന്താനം അതൊഴികെ. നോക്കൂ, ഒരു മനുഷ്യൻ മരിച്ചാൽ അവന്റെ പ്രവർത്തനങ്ങൾക്കുള്ള അവസരം അതോടെ മുറിഞ്ഞു പോവുകയാണ്. ഇതാ നമുക്ക് ഈ നിസ്കരിക്കുന്ന നിസ്കാരങ്ങൾ റൂഹ് തൊണ്ടക്കുഴിയിൽ നിന്ന് പുറത്തേക്ക് പോയാൽ നിർവഹിക്കുക സാധ്യമല്ല. ഒരു ദിക്ർ പോലും സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ, മരണം അത് മുന്നിലെത്തിയാൽ പിന്നീട് അതിന് സാധ്യമല്ല. ഒരു സലാത്ത്, ഒരു ഇസ്തിഗ്ഫാർ ഇല്ല, കഴിയില്ല. മരണത്തെ മുഖാമുഖം കണ്ടാൽ അതെല്ലാം മുറിഞ്ഞുപോയി. എന്നാൽ മരണത്തിനു ശേഷവും മുറിയാത്ത പ്രതിഫലം അന്ത്യനാൾ വരേക്കും, അല്ലെങ്കിൽ ആ അമൽ, ആ നന്മ നിലനിൽക്കുന്നത് വരേക്കും ഖബറിൽ എത്തപ്പെടുന്ന, നാളെ പരലോകത്ത് നന്മകളുടെ കൂട്ടത്തിൽ, നന്മകളുടെ തുലാസിൽ തൂക്കപ്പെടുന്ന പ്രവർത്തനങ്ങളായി നിലനിൽക്കുന്ന മൂന്ന് കാര്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. രണ്ടെണ്ണം ഉപകാരപ്രദമായ വിജ്ഞാനവും അതുപോലെ തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സാലിഹായ സന്താനവുമാണ്. ഉപകാരപ്രദമായ ഒരു അറിവ് പഠിപ്പിച്ച ഒരാൾക്ക്, അത് ചെയ്യുന്ന ആളുകൾ, അത് ചെയ്യുന്ന കാലത്തോളം പഠിപ്പിച്ചയാൾക്ക് പ്രതിഫലം നൽകപ്പെടുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ദല്ല അലാ ഖൈറിൻ ഫലഹു മിസ്ലു അജ്രി ഫാഇലഹ്, ആരെങ്കിലും ഒരു നന്മ കാണിച്ചു കൊടുത്താൽ ഫലഹു മിസ്ലു അജ്രി ഫാഇലഹ്, അത് ചെയ്യുന്നവന്റെ അതേ പ്രതിഫലം കാണിച്ചു കൊടുത്തവൻ ഉണ്ടാകും. പറഞ്ഞു കൊടുത്തവൻ, കാണിച്ചു കൊടുത്തവൻ, അവന് പ്രതിഫലമുണ്ട്. ചെയ്യുന്ന ആളുടെ അതേ പ്രതിഫലം ചെയ്യുന്ന ആളുടേത് ഒട്ടും കുറയാതെ. അതുപോലെ നോക്കൂ, ഒരാൾക്ക് സാലിഹായ ഒരു സന്താനമുണ്ട്, സാലിഹായവനിൽ നിന്നല്ലാതെ നിനക്കൊരു നന്മയും പ്രതീക്ഷിക്കാനില്ല. നല്ല ഒരു സന്താനമുണ്ടോ, നിനക്ക് വേണ്ടി അവൻ പ്രാർത്ഥിക്കുമ്പോൾ അള്ളാഹു അതാ അവന്റെ മഹത്തായ ഫദ്ലിനാൽ നിനക്ക് നിന്റെ ദറജ ഏറ്റിത്തരും, സ്വർഗത്തിൽ പദവികൾ ഉയരും. അവൻ ചോദിക്കും, റബ്ബേ, എവിടെ നിന്നാണ് എനിക്കിത് ലഭിക്കുന്നത്? റബ്ബ് അവനോട് മറുപടി പറയും, ബിസ്തിഗ്ഫാരി വലദിക ലക്, നിന്റെ സന്താനം നിനക്ക് വേണ്ടി പാപമോചന പ്രാർത്ഥന നടത്തിയതിനാലാണിത്. നോക്കൂ നിങ്ങൾ, ഈ രണ്ട് കാര്യത്തിൽ ആദ്യമായി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ശ്രേഷ്ഠമായ കാര്യമാണ് സദഖത്തുൻ ജാരിയ. എന്താണ് പ്രിയമുള്ളവരെ സദഖത്തുൻ ജാരിയ എന്ന് പറഞ്ഞാൽ? നിലനിൽക്കുന്ന സദഖ, അതിനാണ് വഖഫ് എന്ന് പറയുന്നത്. അല്ലാഹുവിന്റെ റസൂൽ
സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഈ വാക്ക് കേട്ടുപഠിച്ച മുസ്ലിമീങ്ങളത് ചരിത്രത്തിൽ ഒരു സമുദായത്തിനും ഒരു ഉമ്മത്തിനും പറയാനില്ലാത്ത, തുല്യതയില്ലാത്ത മഹത്തരമായ വഖഫിന്റെ മാതൃക മുസ്ലിമീങ്ങൾ കാണിക്കുകയുണ്ടായി. എന്താണ് പ്രിയമുള്ളവരെ വഖഫ് എന്ന് പറഞ്ഞാൽ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില ഹദീസുകളിൽ നിന്ന് പണ്ഡിതന്മാർ അതിന്റെ നിർവചനം പഠിപ്പിച്ചിരിക്കുന്നു. തഹ്ബീസുൽ അസ്ൽ വതസ്ബീലുൽ മൻഫഅ. അതാണ് വഖഫ് എന്ന് പറഞ്ഞാൽ. തഹ്ബീസുൽ അസ്ൽ, അസ്ൽ അവിടെ നിലനിർത്തുക. വതസ്ബീലുൽ മൻഫഅ, അതിന്റെ ഉപകാരം ആളുകൾക്ക് ദാനം ചെയ്യുക. അസ്ൽ നിലനിർത്തുക എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, എളുപ്പത്തിൽ മനസ്സിലാകുന്ന കാര്യമാണ്. അതാ ഒരാൾ ഒരു കെട്ടിടം വഖഫ് ചെയ്യുകയാണ്. ഒരു കെട്ടിടം, ഇത് സാധുക്കൾക്ക് ഇവിടെ താമസിക്കാം, അല്ലെങ്കിൽ ഒഴിവോക്കർക്ക് ഇവിടെ താമസിക്കാം. നോക്കൂ, ആ കെട്ടിടം അതൊഴിവായി പോകുന്നില്ല, അത് വിറ്റുപോകുന്നില്ല, അത് ദാനം ചെയ്തു പോകുന്നില്ല. എന്നാൽ അതുകൊണ്ടുള്ള ഉപകാരം അത് ദാനം ചെയ്യുകയാണ്, അത് ആളുകൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുകയാണ്. മറ്റൊരാൾ വഖഫ് ചെയ്യുകയാണ്, ഇതാ എന്റെ ഈ തോട്ടം, ഇതിന്റെ വരുമാനം, ഇതിന്റെ കായ്കനികൾ, അത് വിറ്റുള്ള വില അത് സാധുക്കൾക്കുള്ളതാണ്, ഈ നാട്ടിലെ പാവങ്ങൾക്കുള്ളതാണ്. നോക്കൂ, അയാളുടെ തോട്ടം വിറ്റുപോകുന്നില്ല, അത് ആർക്കെങ്കിലും കൊടുക്കുന്നില്ല, എന്നാൽ അതുകൊണ്ടുള്ള ഉപകാരം ആളുകൾക്ക് നിലനിർത്തുകയാണ്. ഇതാണ് വഖഫ് എന്ന് പറഞ്ഞാൽ. മുസ്ലിമീങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക് കേട്ടപ്പോൾ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സദഖക്കുള്ള പ്രതിഫലം അറിഞ്ഞപ്പോൾ, ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണങ്ങൾ, ദാനധർമ്മങ്ങൾക്ക് നൽകിയ പ്രോത്സാഹനം അറിഞ്ഞപ്പോൾ, പരലോകം പ്രതീക്ഷിക്കുന്നവരായി ആയതുകൊണ്ട് മരണത്തിന് ശേഷവും നിലനിൽക്കുന്ന നന്മ എനിക്ക് ലഭിക്കണം, നാളെ പരലോകത്ത് എന്റെ തുലാസിൽ, നന്മയുടെ തുലാസിൽ ഭാരമേറണം എന്ന് പ്രതീക്ഷിച്ച ആ ഉന്നതമായ ലക്ഷ്യമുള്ള മുസ്ലിമീങ്ങൾ ചരിത്രത്തിലതാ വഖഫിന്റെ അതുല്യമായ ചരിത്രം രചിക്കുകയുണ്ടായി. അല്ലാഹു പരിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞു, ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ. ലൻ തനാലുൽ ബിർറ, നിങ്ങൾക്ക് നന്മ ലഭിക്കുകയില്ല, ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ, നിങ്ങൾ ഇഷ്ടപ്പെടുന്നതിൽ നിന്ന്, നിങ്ങൾക്ക് പ്രിയമുള്ള സമ്പത്തിൽ നിന്ന് ചെലവഴിക്കാത്തിടത്തോളം നിങ്ങൾക്ക് നന്മ നേടിയെടുക്കാൻ കഴിയില്ല എന്ന് അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു. അബൂ തൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു എന്ന മഹാനായ സഹാബി ഈ ആയത്ത് ഇറങ്ങിയപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് വരികയാണ്. അനസ് ഇബ്നു മാലിക്, അബൂ തൽഹയുടെ വളർത്തുപുത്രനായ, ഭാര്യയുടെ ആദ്യ ഭർത്താവിലെ മകനായ മഹാനായ സഹാബി അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അബൂ താലിബ് അൻസാറുകളുടെ കൂട്ടത്തിൽ വലിയ സമ്പത്തുള്ള ആളായിരുന്നു. അദ്ദേഹത്തിന് തന്റെ സമ്പത്തിൽ ഏറ്റവും പ്രിയം അദ്ദേഹത്തിനുണ്ടായിരുന്ന തോട്ടങ്ങളിൽ ഒന്നായ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മസ്ജിദിന്റെ മുൻഭാഗത്തുണ്ടായിരുന്ന ബൈറുഹ എന്നു പേരുള്ള തോട്ടമായിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ തോട്ടത്തിൽ കയറുകയും അവിടെ നിന്ന് വെള്ളം കുടിക്കുകയും അവിടെ വിശ്രമിക്കാറുമൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. ഈ ആയത്തിൽ ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ എന്ന സൂറത്തു ആലു ഇംറാനിൽ ആയത്ത് അവതരിപ്പിക്കപ്പെട്ടപ്പോൾ അതാ അബൂ തൽഹ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്ന് പറയുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇന്നല്ലാഹ തബാറക വതആല യഖൂൽ ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ. അല്ലാഹുവിന്റെ റസൂലേ, അല്ലാഹു അവന്റെ ഖുർആനിൽ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ദാനം ചെയ്യാതെ നന്മ ലഭിക്കുകയില്ല എന്ന്. വഇന്ന അഹബ്ബ അംവാലി ഇലയ്യ ബൈറുഹ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്റെ സമ്പത്ത് അത് ബൈറുഹ തോട്ടമാണ്. വഇന്നഹാ സദഖത്തുൽ ലില്ലാഹ് അർജു ബിർറഹാ വദുഖറഹാ ഇൻദല്ലാഹ്, ഞാനത് അല്ലാഹുവിന്റെ മാർഗത്തിൽ സദഖയായി നൽകുകയാണ്, അതിന്റെ നന്മ അല്ലാഹുവിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നാളെ പരലോകത്ത് അല്ലാഹു എനിക്ക് വേണ്ടി ഇത് കാത്തുവെക്കാൻ, ഇതിന്റെ പ്രതിഫലം ഇരട്ടിയായി നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു, ഞാനത് പ്രതീക്ഷിക്കുന്നു. യാ സുബ്ഹാനല്ലാഹ്. ആലോചിച്ചു നോക്കൂ സഹോദരങ്ങളെ, മുസ്ലിമീങ്ങളുടെ അതുല്യമായ ഉന്നതമായ വഖഫിന്റെ, ദാനധർമ്മത്തിന്റെ ചരിത്രം നോക്കൂ നിങ്ങൾ. ആർക്കാണ് ഇതിനെ ചവിട്ടി മെതിക്കാൻ സാധിക്കുക? ആർക്കാണ് അവരുടെ ദുഷിച്ച നാവുകൾ കൊണ്ട്, കുപ്രചാരണങ്ങൾ കൊണ്ട്, കളവുകൾ കൊണ്ട്, വ്യാജ പ്രചാരണങ്ങൾ കൊണ്ട് മുസ്ലിമീങ്ങളുടെ വഖഫിന്റെ അതുല്യമായ മാതൃകകളെ തച്ചുടക്കാൻ സാധിക്കുക? ഇല്ല പ്രിയമുള്ളവരെ, അത് സാധ്യമല്ല, ഒരിക്കലും സാധ്യമല്ല. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്, ഫദഅഹാ യാ റസൂലല്ലാഹ് ഹൈസു അറാകല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, താങ്കൾക്ക് ഏത് കാര്യത്തിൽ ഞാനിത് ചെലവഴിക്കുന്നതാണ് നല്ലത് എന്ന് തോന്നുന്നത് എങ്കിൽ അത് താങ്കൾ ചെലവാക്കിക്കൊള്ളുക. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബഖിൻ, ഒരാൾ ചെയ്ത നന്മയെ പ്രോത്സാഹിപ്പിക്കാൻ പറയുന്ന വാക്കുകളിൽ ഒന്നാണത്. ബഖിൻ, ദാലിക മാലുൻ റാബിഹ്
ദാലിക മാലുൻ റാബിഹ്, അത് ലാഭകരമായ ഒരു സമ്പത്ത് തന്നെയാണ്. മറ്റൊരു റിവായത്തിൽ കാണാം മാലുൻ റായിഹ്, അതിന്റെ നന്മ നിന്നിലേക്ക് തന്നെ വരികയാണ്. വഖദ് സമിഅ്തു മാ ഖുൽത വഇന്നി അറാ അൻ തജഅലഹ ഫിൽ അഖ്റബീൻ. മുതൽഹ, നീ പറഞ്ഞത് ഞാൻ കേട്ടു, ഞാൻ എന്റെ അഭിപ്രായം നീ അത് നിന്റെ കുടുംബത്തിന് തന്നെ, നിന്റെ കുടുംബത്തിൽപ്പെട്ട ആളുകൾക്ക് തന്നെ, അഖറബുകളായ ആളുകൾക്ക് തന്നെ നൽകുക, അവർക്ക് വേണ്ടി അത് വഖഫായി നിലനിർത്താനാണ് അബൂ തൽഹ റളിയല്ലാഹു അൻഹു തീരുമാനിച്ചത് എന്നാണ്. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ കേട്ടിട്ടില്ലേ റൂമ കിണറിന്റെ ചരിത്രം? വഖഫായിരുന്നു അത്. മഹാനായ സഹാബി ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു നടത്തിയ ചരിത്രത്തിൽ തുല്യതയില്ലാത്ത വഖഫ്. മുസ്ലിമീങ്ങൾക്ക് വെള്ളത്തിന് ആവശ്യം വന്നു. ഒരു യഹൂദിയുടെ കയ്യിലായിരുന്നു റൂമ കിണറുണ്ടായിരുന്നത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മൻ യശ്തരി ബിഅറ റൂമ, ആരുണ്ട് റൂമ കിണർ വാങ്ങാൻ? ഫയജഅല ദൽവഹു ഫീഹാ മഅ ദിലാഇൽ മുസ്ലിമീൻ, എന്നിട്ട് ആ റൂമ കിണറിൽ നിന്ന് അത് വാങ്ങി ദാനം ചെയ്യുന്ന ആൾക്ക് ബാക്കി മുസ്ലിമീങ്ങൾ കോരുന്നത് പോലെ അയാൾക്കും ഒരു തൊട്ടിയിട്ട് കോരാം. ബിഖൈറിൻ ലഹു മിൻഹാ ഫിൽ ജന്ന, എന്താണ് പകരം? അതിനേക്കാൾ നല്ലത് അള്ളാഹു സ്വർഗത്തിൽ പകരം നൽകും. അത് ഈ പ്രതിഫലത്തിന് പകരമായി ആരുണ്ട് റൂമ വാങ്ങി ദാനം ചെയ്യാൻ? അതാ മഹാനായ സഹാബി ദുന്നൂറൈൻ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രണ്ട് പെൺമക്കളുടെ ഒരാൾ മരണപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റൊരു മകളെ കൂടി വിവാഹം ചെയ്ത ചരിത്രത്തിൽ ഒരു നബിയുടെയും രണ്ട് പെൺമക്കളെ വിവാഹം ചെയ്യാൻ ഒരാൾക്കും അവസരം ലഭിച്ചിട്ടില്ല എന്നാണ്. മലക്കുകൾ പോലും ലജ്ജിച്ചിരുന്ന, ഹയാ ഉണ്ടായിരുന്ന മഹാനായ സഹാബി ഉസ്മാൻ ബിൻ അഫ്ഫാൻ ഖലീഫത്തു റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ മഹാനായ സഹാബി അമീറുൽ മുഅ്മിനീൻ ഉസ്മാൻ ബിൻ അഫ്ഫാൻ അതാ റൂമ കിണർ വാങ്ങി മുസ്ലിമീങ്ങൾക്ക് വേണ്ടി വഖഫ് ചെയ്യുകയാണ്. പ്രിയ സഹോദരങ്ങളെ, ഇതാണ് മുസ്ലിമീങ്ങളുടെ ചരിത്രം, മുസ്ലിമീങ്ങളുടെ പാരമ്പര്യം. ഇതാ നമ്മളിരിക്കുന്ന സുജൂദ് ചെയ്യുന്ന മസ്ജിദുകൾ, ആ മസ്ജിദുകളിൽ നിന്ന് നമ്മൾ കയ്യിലെടുത്ത് പാരായണം ചെയ്യുന്ന മുസ്ഹഫുകൾ, മസ്ജിദുകളിൽ കയറിയാൽ നമ്മൾ വുദൂ ചെയ്യുന്ന വുദൂഇനുള്ള സൗകര്യങ്ങൾ, കയറിയാൽ ഇരിക്കുന്ന കസേരകൾ, നമ്മൾ ഇരിക്കുന്ന ഈ വിരികൾ, ഇതെല്ലാം പ്രിയ സഹോദരങ്ങളെ മുസ്ലിമീങ്ങളുടെ വഖഫാണ്. നമ്മൾ മരണപ്പെട്ടാൽ ഖബറടക്കുന്ന ഖബർസ്ഥാനുകൾ മുസ്ലിമീങ്ങളുടെ വഖഫാണ്. പ്രിയമുള്ളവരെ, എവിടെയുണ്ട്? മറ്റേത് ജനവിഭാഗങ്ങളിലുണ്ട് ഇതുപോലുള്ള അമൂല്യമായ പകരം വെക്കാനില്ലാത്ത ദാനധർമ്മത്തിന്റെ ചരിത്രം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്നുകൊണ്ട് പറയുകയാണ്. എപ്പോഴാണ് ഉമർ ഇത് വന്നു പറയുന്നത്? ഉമറിന് ഒരു ഭൂമി ലഭിച്ചു, നല്ല ഭൂമിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നുകൊണ്ട് പറഞ്ഞു, അസബ്തു അർദൻ ലം ഉസിബ് മാലൻ ഖത്തു അൻഫസ മിൻഹു ഫകൈഫ തഅമുറുനി ബിഹി. അല്ലാഹുവിന്റെ റസൂലേ, എനിക്കൊരു ഭൂമി കിട്ടിയിരിക്കുന്നു, ഇതിനോളം വിലപ്പെട്ട മറ്റൊരു ഭൂമിയില്ല. നബിയെ, എന്താണ് അങ്ങനോട് കൽപ്പിക്കുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്ന് അങ്ങോട്ട് ചോദിക്കുകയാണ്. ഇത് ദാനം ചെയ്യാനുള്ള അഭിപ്രായം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആരായുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇൻ ശിഅത ഹബ്ബസ്ത അസ്ലഹാ വതസദ്ദഖത ബിഹാ. അതാണ് വഖഫ്. ഇൻ ശിഅത ഹബ്ബസ്ത അസ്ലഹാ, നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ അതിന്റെ അസ്ൽ നീ ഹബ്സ് ചെയ്യുക, തഹ്ബീസ് ചെയ്യുക. അതാണ് തഹ്ബീസുൽ അസ്ൽ. അതിന്റെ അസ്ൽ, വസ്തു എന്താണോ അത് കൊടുക്കുകയില്ല, മറിച്ച് അതവിടെ നിലനിർത്തും. വതസദ്ദഖത ബിഹാ, എന്നിട്ട് നീ അത് ദാനം ചെയ്യുക. ഫതസദ്ദഖ ഉമർ, ഉമർ അതാ ആ ഭൂമി വഖഫ് ചെയ്യുകയാണ്. അന്നഹു ലാ യുബാഉ അസ്ലുഹാ, ഭൂമി അത് വിൽക്കാൻ പാടില്ല. വലാ യൂഹബ്, ആ ഭൂമി ഒന്നാകെ ആർക്കെങ്കിലും സമ്മാനമായി നൽകാൻ പാടില്ല. വലാ യൂറസ്, അത് അനന്തര സ്വത്തായി എടുക്കുകയുമില്ല. ഫിൽ ഫുഖറാഇ വൽ ഖുർബാ വൽ റിഖാബ് വഫീ സബീലില്ലാഹി വദ്ദൈഫി വബിനിസ് സബീൽ. ഏതൊക്കെ മാർഗത്തിലാണ് ഇതിന്റെ വരുമാനം ചെലവഴിക്കുക? സാധുക്കളായ ആളുകൾക്ക്, അതുപോലെ കുടുംബക്കാർക്ക്, ഉമറിന്റെ കുടുംബക്കാർക്ക്, അടിമമോചനത്തിന്, അള്ളാഹുവിന്റെ മാർഗത്തിൽ, അതുപോലെ ആ നാട്ടിൽ മറ്റൊരു നാട്ടിൽ നിന്ന് അതിഥികളായി വരുന്ന ആളുകൾക്ക്, വഴിയാത്രക്കാരായ ആളുകൾക്ക്. വലാ ജുനാഹ അലാ മൻ വലിയഹ യഅകുല മിൻഹാ ബിൽ മഅറൂഫ്, അത് നോക്കി നടത്താൻ ഏൽപ്പിക്കപ്പെട്ട ആൾക്ക് അതിൽ നിന്ന് മാന്യമായത് അയാൾക്കും എടുത്തു ഭക്ഷിക്കാവുന്നതാണ്. ഔ യുത്ഇമ സദീഖൻ ഗൈറ മുതവവിലിൻ ഫീഹാ, അല്ലെങ്കിൽ അത് നോക്കി നടത്തുന്ന ആൾക്ക് തന്റെ കൂട്ടുകാരന് വേണമെങ്കിൽ അതിൽ നിന്ന് എടുത്തു തീർക്കുക, നശിപ്പിക്കുക എന്ന ഉദ്ദേശമില്ലാതെ, അതിൽ നിന്ന് സമ്പത്ത് കുംഭാനമാക്കി കൂട്ടാമെന്ന ഉദ്ദേശമില്ലാതെ അതിൽ നിന്ന് മാന്യമായി കൊടുക്കാവുന്നതാണ്. പ്രിയ സഹോദരങ്ങളെ, ഇതെല്ലാം വഖഫ് ഏതിനെല്ലാം ആവാം എന്നതിനുള്ള അടയാളങ്ങളും തെളിവുകളും നമുക്ക് ഈ
റിവായത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ വഖഫ് പല ഇനമുണ്ട്. ഏത് നന്മയുടെ കാര്യത്തിലാകട്ടെ വഖഫ് ചെയ്യാം. ഏറ്റവും മുന്തിയ വഖഫ് എന്ന് പറയുന്നത്, ഏറ്റവും പ്രധാനപ്പെട്ട വഖഫുകളിൽ ഒന്നാണ് നമ്മൾ നിസ്കരിക്കുന്ന മസ്ജിദുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിന്റെ അവരുടെ രീതിയായിരുന്നു, അവരിൽ കഴിവുള്ളവരെല്ലാം അവരുടെ ശീലമായിരുന്നു എന്തെങ്കിലുമൊക്കെ വഖഫ് ചെയ്യുക എന്നത് സഹാബത്തിൽ കഴിവുള്ള ആളുകളുടെ എല്ലാം രീതിയായിരുന്നു എന്നാണ്. അതിന് നോക്കൂ, ഇസ്ലാമിൽ ചില നിബന്ധനകളുണ്ട്, ചില ഷർത്തുകളുണ്ട്. അതനുസരിച്ചാണ് വഖഫ് ശരിയാവുകയുള്ളൂ. അതിലൊന്നാണ്, വഖഫ് ചെയ്യുന്നയാൾ സ്വതന്ത്രനായ, പ്രായപൂർത്തിയായ, നേർബുദ്ധിയുള്ള, വകതിരിവുള്ള ഒരാളായിരിക്കണം. പ്രായപൂർത്തിയായ ആളുകൾ, ചെറിയ കുട്ടികളോ അതല്ലെങ്കിൽ ബുദ്ധിയില്ലാത്ത ആളുകളോ മാനസികമായി സ്ഥിരതയില്ലാത്ത ആളുകളോ അവർക്ക് വഖഫ് ചെയ്യുക പാടില്ല. അവരുടെ വഖഫ് ശരിയാവുകയില്ല. അതുപോലെ മറ്റൊരു നിബന്ധനയാണ്, വഖഫ് ചെയ്യുന്ന വസ്തുവിന്റെ മൻഫ, അതുകൊണ്ടുള്ള ഉപകാരം നിലനിൽക്കുന്ന ഉപകാരമായിരിക്കണം. ഒറ്റയടിക്ക് തീർന്നു പോകുന്നതാകരുത്. ഉദാഹരണത്തിന്, ഒരാൾ ഒരു ഭക്ഷണ പദാർത്ഥം അയാൾക്ക് വഖഫ് ചെയ്യുക സാധ്യമല്ല. കാരണം ഒരു തവണ കഴിച്ചാൽ അത് തീർന്നുപോയി, അതിന്റെ ഉപകാരം നിലനിൽക്കുകയില്ല. ഉപകാരം നിലനിൽക്കുക, അതാണ് ജാരിയായ സദഖ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള വസ്തുവായിരിക്കും. ഉദാഹരണത്തിന് കെട്ടിടങ്ങൾ, അതല്ല എങ്കിൽ തോട്ടങ്ങൾ, അതല്ല എങ്കിൽ കിണറുകൾ. അല്ലെങ്കിൽ ഒരാൾ ഒരു കെട്ടിടം എടുത്തിടുകയാണ്, എന്നിട്ട് പറയാം ഇതിന്റെ വാടക അത് ഞാൻ ഇന്ന മാർഗത്തിൽ വഖഫ് ചെയ്തിരിക്കുന്നു. ഇതെല്ലാം നോക്കൂ, വഖഫിന്റെ രീതികളാണ്. മറ്റൊരു നിബന്ധനയാണ്, എന്താണോ ഒരാൾ വഖഫ് ചെയ്യുന്നത് അത് അയാൾ തഅയീൻ ചെയ്ത്, അഥവാ വ്യക്തമായി അത് പറഞ്ഞിരിക്കണം. ഒരാൾക്ക് കുറെ കെട്ടിടങ്ങളുണ്ട്, അതിലൊന്ന് വഖഫാണ് എന്ന് പറഞ്ഞാൽ പോരാ, മറിച്ച് അതിൽ ഇന്ന കെട്ടിടമാണ് വഖഫ്, എന്റെ ഭൂമിയിൽ ഇന്ന ഭൂമിയാണ് വഖഫ് എന്നൊരാൾ കൃത്യമായി പറഞ്ഞിരിക്കണം. അതുപോലെ മറ്റൊരു നിബന്ധനയാണ്, അത് നന്മയുടെ കാര്യത്തിലായിരിക്കണം. ഒരു നന്മക്ക് വേണ്ടിയായിരിക്കണം വഖഫ് ചെയ്യുന്നത്, തിന്മക്ക് വേണ്ടി വഖഫ് ചെയ്യാൻ പാടില്ല. ഉദാഹരണത്തിന്, ഏതെങ്കിലും മരണപ്പെട്ട ഒരാളുടെ ഖബറിലേക്ക് ആ ഖബറിന്റെ മുന്നിൽ, ആ ഖബറിന് മുകളിൽ വിരിക്കാനുള്ള തുണി ഇനി ഇതാ എന്റെ പണത്തിൽ നിന്നാണ്, എന്റെ ഇന്ന വരുമാനത്തിൽ നിന്നാണ്. അതല്ല എങ്കിൽ നോക്കൂ, ഇതുപോലുള്ള ശിർക്കിന്റെ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു തിന്മക്ക് വേണ്ടി ഒരാൾക്ക് വഖഫ് ചെയ്യുക പാടില്ല, മറിച്ച് അത് നന്മക്കായിരിക്കണം. ആ നന്മകളിൽ വളരെ വലിയ നന്മയാണ് മസ്ജിദുകൾ നിർമ്മിക്കുക എന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ബന മസ്ജിദൻ ലില്ലാഹ് ബനല്ലാഹു ഫിൽ ജന്നതി മിസ്ലഹ്. ആരെങ്കിലും അല്ലാഹുവിന് വേണ്ടി ഒരു മസ്ജിദ് പണിതാൽ അല്ലാഹു അതിന് തുല്യമായത് അവന് സ്വർഗത്തിൽ പണിഞ്ഞു കൊടുക്കുന്നതാണ്. അപ്പോൾ നോക്കൂ, ഇത് വഖഫാണ്. മസ്ജിദുകൾ മുസ്ലിമീങ്ങളുടെ വഖഫാണ്. അതുപോലെ മറ്റൊരു നിബന്ധനയാണ്, വഖഫ് എന്ന് പറയുന്നത് അത് വഖഫ് ചെയ്യുന്നതോടുകൂടി അയാൾ അത് നൽകിയിരിക്കണം. അതല്ലാതെ എന്തെങ്കിലും നിബന്ധനകൾ, അതിന് എങ്ങനെയുള്ള നിബന്ധനകൾ, ഇന്ന കാര്യം നടന്നാൽ മാത്രം ഇന്ന കാര്യം. ഉദാഹരണത്തിന്, ഇന്ന കച്ചവടം വിജയിച്ചാൽ ഞാൻ ഈ കെട്ടിടം വഖഫാക്കിക്കൊള്ളാം, അങ്ങനെയല്ല. മറിച്ച് അതപ്പോൾ തന്നെ നടപ്പിലാകുന്ന രൂപത്തിലായിരിക്കണം. എന്നാൽ ഒരാൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, എന്റെ മരണത്തിനു ശേഷം എന്റെ സ്വത്തിൽ ഇന്ന ഭാഗം അത് വഖഫാണ് എന്ന് പറയാം. മരണം ഒരാൾക്ക് വേണമെങ്കിൽ അവിടെ ഈ രൂപത്തിലൊരു കാരണമാക്കി അത് സംഭവിച്ചാൽ വഖഫാകുമെന്ന് പറയാം. എന്നാൽ മറ്റൊരു കാര്യവും അങ്ങനെ പറഞ്ഞുകൂടാ, മറിച്ച് അപ്പോൾ തന്നെ നടപ്പിൽ വരുത്തേണ്ട കാര്യമായിരിക്കണം വഖഫ് എന്ന് പറയുന്നത്. എന്നാൽ മരണം ഒരാൾക്ക് അങ്ങനെ പറയാം, ഞാൻ മരിച്ചാൽ എന്റെ സ്വത്തിൽ അതിൽ 1/3 കൂടാത്ത ഒരു ഭാഗം ഒരാൾക്ക് മരണം മുന്നിൽ വെച്ചുകൊണ്ട് അത് സംഭവിച്ചാൽ മാത്രം എന്ന് പറഞ്ഞുകൊണ്ട് വഖഫാക്കാവുന്നതാണ്, അതിൽ കുഴപ്പമില്ല. അതുപോലെ നോക്കൂ, വഖഫിന്റെ പ്രധാനപ്പെട്ട നിയമങ്ങളിൽ ഒന്നാണ്, വാഖിഫ് ആരാണോ വഖഫ് ചെയ്യുന്നത് അദ്ദേഹം എന്ത് കാര്യത്തിലാണോ വഖഫാക്കിയിട്ടുള്ളത് അതുപോലെ അത് ഉപയോഗിച്ചു കൊള്ളണം, അങ്ങനെ തന്നെ അത് നിശ്ചയിച്ചു കൊള്ളണം. വളരെ ശ്രദ്ധിക്കേണ്ട, വഖഫ് സ്വത്തുക്കൾ കൈകാര്യം ചെയ്യുന്ന ആളുകൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒരാൾ പറയുകയാണ്, ഇതാ എന്റെ ഈ തോട്ടത്തിലെ വരുമാനം അല്ലെങ്കിൽ എന്റെ ഈ കെട്ടിടത്തിന്റെ വാടക ഇന്ന മസ്ജിദിനായിരിക്കണം കൊടുക്കേണ്ടത് എങ്കിൽ അത് അതുപോലെ വിനിയോഗിക്കുക. അത് നോക്കി നടത്തുന്ന ആളുകളുടെ ബാധ്യതയാണ്. എത്ര കാലം അത് നിലനിൽക്കുന്നുണ്ടോ അത്രയും കാലം. ഒരു മസ്ജിദിൽ അവിടെ അതാ ഒരു വിരിപ്പ് വിരിച്ചിട്ടുണ്ട്, അത് അതിനുള്ളിൽ വിരിക്കാനുള്ളതാണ്.
അവിടേക്ക് വഖഫ് ചെയ്തതാണ്. ഒരാൾക്ക് അതിൽ തന്റെ വീട്ടിലേക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലത്തേക്കോ എടുത്തുകൊണ്ടുപോകാൻ പാടില്ല. മസ്ജിദിന് വഖഫ് ചെയ്തത് മസ്ജിദിന്, അത് അടുത്തുള്ള മദ്രസക്ക് ചെയ്യണമെങ്കിൽ അത് വേറെ വഖഫായിരിക്കണം. അതല്ലാതെ അപ്പുറത്തേക്ക് അത് മാറ്റുക പാടില്ലാത്തതാണ്. അങ്ങനെ നിബന്ധനകൾ വെക്കാമോ? നിബന്ധനകൾ വെക്കാം വഖഫ് ചെയ്യുന്ന ഒരാൾക്ക്. ഇത് എന്റെ കുടുംബത്തിലെ സാധുക്കളായ ആളുകൾക്കുള്ളതാണ് ഇതിന്റെ വരുമാനം എന്നൊരാൾ നിശ്ചയിച്ചാൽ അയാളുടെ കുടുംബത്തിലെ സാധുക്കൾക്ക് തന്നെ അത് കൊടുക്കണം, പുറത്തുള്ള ഒരാൾക്ക് കൊടുക്കുക പാടില്ല. അത് നോക്കി നടത്തുന്ന ആളുകളുടെ ബാധ്യതയാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, അൽ മുസ്ലിമൂന അലാ ശുറൂതിഹിം, അൽ മുസ്ലിമൂന അലാ ശുറൂതിഹിം, മുസ്ലിമീങ്ങൾ അവരുടെ നിബന്ധനകൾ എന്താണ്, അവർ വെച്ച ഷർത്ത് എന്താണോ അതിനനുസരിച്ച് തന്നെ നിലകൊള്ളേണ്ടതുണ്ട്. മുസ്ലിമീങ്ങൾ പരസ്പരം വെച്ച നിബന്ധനകൾ അവർ പരസ്പരം പാലിക്കേണ്ടതുണ്ട്. ഒരു ഹറാമിനെ ഹലാലാക്കാത്ത നിബന്ധനയാണ് എങ്കിൽ, ഒരു ഹലാലിനെ ഹറാമാക്കാത്ത നിബന്ധനയാണ് എങ്കിൽ മുസ്ലിമീങ്ങൾ പരസ്പരം കരാറുകൾ എന്ത് ചെയ്തോ അത് പാലിക്കുക മുസ്ലിമീങ്ങളുടെ ബാധ്യതയാണ്. ഏത് കാര്യത്തിലും ആ ബാധ്യതയുണ്ട്. കച്ചവടത്തിലാകട്ടെ എന്താകട്ടെ, ഒരു നിബന്ധന ഒരാൾ വെച്ചാൽ ആ നിബന്ധന പാലിക്കേണ്ടതുണ്ട്. അതുപോലെ സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് വഖഫ് നോക്കി നടത്തുന്ന ആളുകൾ ആരായിരിക്കണമെന്നത്. അതാരാണോ വഖഫ് ചെയ്യുന്നത് ആ ആൾ ഇന്നയാളാണ് ഇത് നോക്കി നടത്തേണ്ടത് എന്ന് പറഞ്ഞാൽ അദ്ദേഹം തന്നെ അത് നോക്കി നടത്തണം. അതിനെ നാദിറുൽ വഖഫ് എന്ന് പറയും. വഖഫ് നോക്കി നടത്തുന്ന ആളുകൾ. ഇതങ്ങനെ നിശ്ചയിക്കപ്പെട്ട ആൾ മരണപ്പെട്ടു എങ്കിൽ ഒരു വ്യക്തിക്ക് വേണ്ടിയാണോ വഖഫ് ചെയ്തത്, എന്റെ കുടുംബത്തിലെ ഇന്ന സാധുവിനുള്ളതാണ് ഇതിന്റെ വരുമാനം എന്നൊരാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിലേക്ക് തന്നെ അതിന്റെ കൈകാര്യകർത്തൃത്വം നീങ്ങും. അദ്ദേഹമാണ് പിന്നെ അത് കൈകാര്യം ചെയ്യേണ്ടത്. അതല്ല എങ്കിൽ ചിലപ്പോൾ ചില സ്ഥാപനങ്ങൾക്കോ അല്ലെങ്കിൽ മുസ്ലിമീങ്ങളിലെ മതവിദ്യാർത്ഥികൾക്കോ ഹിഫ്ള് പഠിക്കുന്നവർക്കോ മുസ്ലിമീങ്ങളെ സാധുക്കൾക്കോ ഒരു വ്യക്തിയെ പറയാതെ ഒരുപാട് വലിയ ആവശ്യത്തിന് വേണ്ടിയാണ് വഖഫ് ചെയ്തത് എങ്കിൽ ഇസ്ലാമിക ഭരണകൂടങ്ങൾ അതിന്റെ കാര്യം നോക്കി നടത്തണം. ഇസ്ലാമിക ഭരണകൂടമില്ലാത്ത നാടുകളിൽ മുസ്ലിമീങ്ങളിലെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അവരത് നോക്കി നടത്തണം. നോക്കൂ നിങ്ങൾ, ഇതെല്ലാം വഖഫുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട നിയമങ്ങളാണ്. അത് നോക്കി നടത്തുന്ന ആളുകൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. തോന്നിയതുപോലെ തന്നിഷ്ടമനുസരിച്ച് അല്ലെങ്കിൽ അത് നശിപ്പിക്കുന്ന രൂപത്തിൽ കൈകാര്യം ചെയ്യാൻ പാടില്ല. പ്രിയമുള്ളവരെ, മസ്ജിദുകൾ, അള്ളാഹുവിന് വേണ്ടി ആളുകൾ വഖഫ് ചെയ്ത മസ്ജിദുകളിൽ വരുന്നവരെ, അവിടെ ഇരിക്കുന്നവരെ, അത് കൈകാര്യം ചെയ്യുന്നവരെ വളരെ സൂക്ഷിക്കണം. അവിടേക്ക് വേണ്ടി വാങ്ങിയിട്ടുള്ള ചെറിയ ഒരു കാര്യമാകട്ടെ അത് സൂക്ഷിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക നമ്മുടെ ബാധ്യതയാണ്. അത് ദുർബലപ്പെടുത്തുക എന്നത് പാടില്ലാത്തതാണ്. ആ വഖഫ് ഒരിക്കൽ ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് അത് തിരിച്ചെടുക്കുക പാടില്ല. ഒരാൾ ഒരു സ്ഥലം മസ്ജിദിന് വേണ്ടി വഖഫ് ചെയ്തു, പിന്നീട് അയാൾ അത് മാറ്റി മറ്റെന്തെങ്കിലും ആക്കുക, അത് പാടില്ല. അത് നൽകിയാൽ അത് നൽകിയതാണ്. മറ്റുള്ളവർക്കും അത് മാറ്റാൻ പാടില്ല. എത്രത്തോളം സുബ്ഹാനല്ലാഹ്, ഒരാവശ്യത്തിന് ഒരു മസ്ജിദിലേക്ക് വേണ്ടി ഒരു കാര്യം വഖഫ് ചെയ്തു, ഇവിടെ വിരിക്കുന്ന വിരികളാകട്ടെ അതുപോലുള്ള വല്ല എന്തെങ്കിലും, എന്നിട്ട് നോക്കൂ അത് ഉപയോഗശൂന്യമായി, അത് കാലപ്പഴക്കം കൊണ്ട് ദ്രവിച്ചുപോയി എങ്കിൽ പോലും എന്താണ് ചെയ്യേണ്ടത്? അത് വിറ്റാൽ എന്തെങ്കിലും ലഭിക്കുമെങ്കിൽ, അത് വിറ്റാൽ പണം ലഭിക്കുമെങ്കിൽ ആ പണമെടുത്ത് അതേ ആവശ്യം, ഒരു കാർപ്പറ്റാണെങ്കിൽ അതുപോലൊന്ന് വാങ്ങി അവിടെ വിരിക്കണം. അതല്ല എങ്കിൽ നോക്കൂ, അതുകൊണ്ട് അല്പമെങ്കിലും, അതേ ആവശ്യത്തിന് മുഴുവനായി തികയുകയില്ല. മസ്ജിദിലെ മുഴുവൻ കാർപ്പറ്റ് വാങ്ങാൻ പഴയ കാർപ്പറ്റ് വിറ്റ പണം കൊണ്ട് തികയുകയില്ല എങ്കിൽ ഒരു അല്പമെങ്കിലും അതിനു വേണ്ടി കൂട്ടണം. നോക്കൂ, ഇത്രയും ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം വഖഫ് ചെയ്ത ആളുടെ നിയ്യത്ത് അത് വളരെ പ്രധാനമാണ്. അദ്ദേഹം മരിച്ചുപോയാലും കാലങ്ങൾ കഴിഞ്ഞാലും തോന്നിയതുപോലെ ആളുകൾക്ക് അതിൽ കൈകാര്യം ചെയ്യാൻ അനുവാദമില്ല. പ്രിയ സഹോദരങ്ങളെ, എത്രമാത്രം ഗൗരവകരമാണ് കാര്യം എന്നാലോചിച്ച് നോക്കൂ. നേരത്തെ പറഞ്ഞ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ റിവായത്തിലുള്ളതുപോലെ ഇത് വിൽക്കാൻ പാടില്ല, ഇത് ദാനം ചെയ്യാൻ പാടില്ല, അതാർക്കും അനന്തര സ്വത്തായി ലഭിക്കുകയുമില്ല. മറിച്ച് അത് സംരക്ഷിക്കേണ്ടതുണ്ട്. അത് എന്താണോ വഖഫ് ചെയ്ത ആൾ എന്ത് ആവശ്യത്തിനാണോ പറഞ്ഞിട്ടുള്ളത് അതങ്ങനെ തന്നെ വിനിയോഗിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ശ്രദ്ധിക്കുക. ഒന്ന്, എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ സദഖത്തുൻ ജാരിയത്തായി ബാക്കി വെച്ചുകൊണ്ട് മരിച്ചു പോകാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക. അല്ലാഹു റബ്ബുൽ ആലമീൻ അവൻ മരണത്തിനു ശേഷവും നമ്മുടെ നന്മയുടെ ഏടിലേക്ക് ചേർത്ത് തരാൻ, നമ്മുടെ നന്മകളുടെ ഏട് മുറിഞ്ഞു പോകാതിരിക്കാൻ, അതിലേക്ക് വീണ്ടും വീണ്ടും നന്മകൾ വന്നു ചേരാൻ എന്തെങ്കിലുമൊക്കെ സാധിക്കുന്നത് എന്തെങ്കിലും ഒരു മുസ്ഹഫ് വാങ്ങി നീ ഒരു മസ്ജിദിൽ കൊണ്ടുവെക്കുകയെങ്കിലും ചെയ്യുക.
അതുപോലെ പ്രിയമുള്ളവരെ, ആളുകൾക്ക് വെള്ളം കുടിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു വെക്കുക. എന്തെങ്കിലുമൊക്കെ വരുമാനം എന്റെ മരണത്തിനു ശേഷവും ആളുകൾക്ക് ലഭിക്കുന്ന രൂപത്തിൽ, അതിന്റെ നന്മ എനിക്ക് ലഭിക്കുന്ന രൂപത്തിൽ നിലനിർത്താൻ ഞാനും നിങ്ങളും ശ്രദ്ധിക്കുക. അല്ലാഹു റബ്ബുൽ ആലമീൻ നമുക്ക് അവൻ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾക്ക് തൗഫീഖ് നൽകുകയും അവൻ വെറുക്കുന്ന കാര്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കാൻ അവൻ നമ്മെ സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് والصلاة والسلام على رسول الله وعلى آله وصحبه ومن والاه. പ്രിയ സഹോദരങ്ങളെ, നാം ഓരോരുത്തരും എന്തെങ്കിലുമൊക്കെ ജാരിയത്തായ സദഖ ബാക്കി വെച്ചുകൊണ്ട് മരിച്ചു പോകാൻ ശ്രദ്ധിക്കുക. അതോടൊപ്പം നമ്മുടെ സഹോദരങ്ങളായ മുസ്ലിമീങ്ങൾ ഇങ്ങനെ ജാരിയത്തായ സദഖയായി ബാക്കി വെച്ചു പോയത്, അവർ വഖഫ് ചെയ്ത മുതലുകൾ സംരക്ഷിക്കാൻ അതിന്റെ ഹിഫ്ദ്, അതിന്റെ സംരക്ഷണം നമ്മുടെ ബാധ്യതയായി നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുക. പ്രിയമുള്ളവരെ, മുസ്ലിമീങ്ങളുടെ ചരിത്രം ഇങ്ങനെയുള്ള ദാനധർമ്മങ്ങളുടെ ചരിത്രമായതിനാൽ സ്വാഭാവികമാണ് ഏത് നാട്ടിലും മുസ്ലിമീങ്ങൾ ഉണ്ടോ അവിടെ ധാരാളം വഖഫ് സ്വത്തുക്കൾ ഉണ്ടാകും. അവർ വഖഫ് ചെയ്ത മുതലുകൾ ഉണ്ടാകും. ഭൂമിയും കെട്ടിടങ്ങളും ഖബർസ്ഥാനും മസ്ജിദുകളും പാവങ്ങൾക്ക് മുസ്ലിമീങ്ങളുടെ വിദ്യാഭ്യാസത്തിനും ഒക്കെ മാറ്റിവെച്ച ഒരുപാട് കാര്യങ്ങൾ മുസ്ലിമീങ്ങൾ ഏത് നാട്ടിലുണ്ട് അവിടെ ഉണ്ടാകും. അതുകൊണ്ടാണ് ഇസ്ലാമിക രാജ്യങ്ങളിൽ വഖഫ് സ്വത്തുക്കൾ കൈകാര്യം ചെയ്യാൻ പ്രത്യേകം മന്ത്രാലയങ്ങൾ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്. അതിനുവേണ്ടി പ്രത്യേകം മന്ത്രിമാർ, അതിനുവേണ്ടി പ്രത്യേകം ഒരുപാട് ഉദ്യോഗസ്ഥന്മാർ, അതിനുവേണ്ടി പ്രത്യേകം കൈകാര്യം ചെയ്യാനുള്ള നിയമങ്ങളെല്ലാം നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത് അതിനുവേണ്ടിയാണ്. നമ്മുടെ നാട്ടിൽ ഒരുപാട് മുസ്ലിമീങ്ങളുള്ള, കോടിക്കണക്കിന് മുസ്ലിമീങ്ങളുള്ള ഈ നാട്ടിൽ അതുകൊണ്ടാണ് വളരെ കാലങ്ങൾക്ക് മുമ്പേ ഇതുമായി ബന്ധപ്പെട്ട ബോർഡുകളും ഇതുമായി ബന്ധപ്പെട്ട കൈകാര്യത്തിനുള്ള പല നിയമങ്ങളും നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്. എന്നാൽ ഇതാ ഈ കാലത്ത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മുടെ സ്വത്തുക്കൾ, നമ്മുടെ വഖഫുകൾ, നമ്മുടെ മസ്ജിദുകൾ കയ്യേറാനും അത് അവരുടെ കുതന്ത്രങ്ങൾക്കനുസരിച്ച് വിനിയോഗിക്കാനുമെല്ലാം ഉദ്ദേശിക്കുന്ന പലരും അതിനുവേണ്ടിയുള്ള ഒരിക്കലും ശരിയല്ലാത്ത നിയമങ്ങൾ പടച്ചുവിടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് അവർ പറയുകയാണ്, ഇത് മുസ്ലിമീങ്ങളുടെ സ്വത്തുക്കൾ സംരക്ഷിക്കാനും അത് നല്ല രൂപത്തിൽ കൈകാര്യം ചെയ്യാനും വേണ്ടിയാണ് നമ്മൾ ഇത് കൊണ്ടുവരുന്നത് എന്ന്. സുബ്ഹാനല്ലാഹ്, ആലോചിച്ച് നോക്കൂ നിങ്ങൾ. മസ്ജിദുകൾ തകർത്തെറിഞ്ഞ ആളുകൾ, അല്ലാഹുവിന്റെ മസ്ജിദുകൾക്ക് യാതൊരു പവിത്രതയും കൽപ്പിക്കാത്ത അത് തകർത്തെറിയാൻ ശ്രമിക്കുകയും അങ്ങനെ ചെയ്യുകയും ചെയ്തിട്ടുള്ള ആളുകൾ നമ്മുടെ മസ്ജിദുകളും വഖഫ് സ്വത്തുക്കളും ഒക്കെ ഞങ്ങൾ സംരക്ഷിച്ചോളാം എന്ന് പറയുമ്പോൾ മുസ്ലിമീങ്ങൾ അത് വിശ്വസിച്ചുകൊള്ളണം അത്രേ. വേറെ ചില ആളുകൾ, ചില സിനിമാ നടന്മാർക്ക് ചില സ്ഥാനങ്ങളൊക്കെ ലഭിച്ചപ്പോൾ അവർ പ്രസംഗിക്കുകയാണ്, ഇതാ വഖഫ് എന്ന ആ അക്ഷരം, ആ പദം അത് തന്നെ വളരെ മോശമായ അങ്ങേയറ്റം വൃത്തികെട്ട ഒരു വാക്കാണ് എന്ന്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഒരു അഭിനേതാവ് അവൻ പണം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എങ്ങനെയൊക്കെയാണ് പൈസ ഉണ്ടാക്കുന്നത്? ആരുടെയൊക്കെ കൂടെ ചാരി നടന്നും ആരുടെയൊക്കെ കൂടെ പാട്ടുപാടി നടന്നുമൊക്കെയാണ് പണം ഉണ്ടാക്കുന്നത് എന്ന് നമുക്കറിയാം. അങ്ങനെയുള്ളവൻ ഹറാമ ഹലാലുകൾ ശ്രദ്ധിച്ച് അള്ളാഹുവിന്റെ മാർഗത്തിൽ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് പണം ഉണ്ടാക്കുകയും ഹലാലായ വഴിക്ക് താൻ അധ്വാനിച്ച് താൻ കച്ചവടം ചെയ്ത് താൻ ജോലി ചെയ്തുണ്ടാക്കിയ പണം അള്ളാഹുവിനു വേണ്ടി ദാനം ചെയ്യുന്ന മുസ്ലിമീങ്ങളുടെ സ്വത്തിന്റെ വില, അദാനധർമ്മത്തിന്റെ വഖഫിന്റെ വില ഈ തരത്തിലുള്ള വൃത്തികെട്ട ആളുകൾക്ക് മനസ്സിലായാലാണ് നമുക്ക് അത്ഭുതമുള്ളത്. അവർക്കത് മനസ്സിലാകാത്തതിൽ നമുക്ക് യാതൊരു അത്ഭുതവുമില്ല. പ്രിയ സഹോദരങ്ങളെ, ഇത്തരം അവസരങ്ങളിൽ, ഇത്തരം പ്രതിസന്ധി ഘട്ടങ്ങളിൽ നാം ഒന്നാമതായും രണ്ടാമതായും മൂന്നാമതായും എല്ലാം ഓർക്കേണ്ട, ശ്രദ്ധിക്കേണ്ട കാര്യം അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യുക, അവനോട് പ്രാർത്ഥിക്കുക എന്ന കാര്യമാണ്. നമുക്ക് വേണ്ടി വ്യക്തിപരമായി നമുക്ക് വേണ്ടി, നമ്മുടെ മക്കൾക്ക് വേണ്ടി, നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി ഒക്കെ പ്രാർത്ഥിക്കുന്നത് പോലെ നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി, മുസ്ലിമീങ്ങൾക്ക് വേണ്ടി, അവരുടെ മസ്ജിദുകൾക്ക് വേണ്ടി, അവരുടെ വഖഫുകൾക്ക് വേണ്ടി, അവർ ഭീഷണി നേരിടുന്ന, വെല്ലുവിളികൾ നേരിടുന്ന ഏതെല്ലാം കാര്യങ്ങളുണ്ട് അതിനെല്ലാം വേണ്ടി അള്ളാഹുവിനോട് അവന്റെ ഹിഫ്ദിന്, അവന്റെ സംരക്ഷണത്തിന്, അവന്റെ കാവലിന് വേണ്ടി ദുആ ചെയ്യുക. പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്ന സമയങ്ങളിൽ പ്രിയമുള്ളവരെ, അള്ളാഹുവെങ്കിൽ ഏറെ പരിഗണിക്കപ്പെടുന്ന, അവങ്കൽ നിന്റെ സ്ഥാനം ഏറെ ഉയരുന്ന കാര്യമാണ് നീ മുസ്ലിമീങ്ങളുടെ കാര്യത്തിൽ ചിന്തയുള്ളവനാവുക എന്ന്.
മുസ്ലിമീങ്ങളുടെ കാര്യത്തിൽ നിനക്ക് അവരുടെ പ്രയാസങ്ങളിൽ വേദന ഉണ്ടാവുക എന്നത്, അവർക്ക് വേണ്ടി നീ നിന്റെ സ്വകാര്യമായ ദുആകളിൽ പ്രാർത്ഥിക്കുക എന്നത്, പ്രിയ സഹോദരങ്ങളെ, അള്ളാഹുവിങ്കൽ വലിയ വിലമതിക്കുന്ന കാര്യമാണ്. നീ ഒരിക്കലും ചിന്തിച്ചു പോകരുത്, ഞാനൊരാൾ പ്രാർത്ഥിച്ചത് കൊണ്ട് എന്ത് കാര്യം എന്ന് നീ വിചാരിച്ചു പോകരുത്. നീ ഒരാളുടെ പ്രാർത്ഥനയായിരിക്കും ചിലപ്പോൾ അള്ളാഹു റബ്ബുൽ ആലമീൻ സ്വീകരിക്കുന്നത്. ഒരു മനുഷ്യന്റെ, ഒരാളുടെ പ്രാർത്ഥന, അതായിരിക്കും അള്ളാഹു റബ്ബുൽ ആലമീൻ സ്വീകരിക്കുകയും ഒരു ഉമ്മത്തിനെ അള്ളാഹു റബ്ബുൽ ആലമീൻ സംരക്ഷിക്കുകയും ചെയ്യുന്നത്, അല്ലെങ്കിൽ മറ്റൊരു ഉമ്മത്തിനെ അള്ളാഹു നശിപ്പിക്കുകയും ചെയ്യുന്നത് ചിലപ്പോൾ ഒരാളുടെ പ്രാർത്ഥനയായിരിക്കും. നൂഹ് അലൈഹിസ്സലാമിന്റെ കൂടെ എത്ര ആളുകൾ ഉണ്ടായിരുന്നു? വളരെ കുറഞ്ഞ ആളുകൾ. പരിഹാസങ്ങൾക്ക് നടുവിൽ, ഭീഷണികൾക്ക് നടുവിൽ നൂഹ് അലൈഹിസ്സലാം ദുആ ചെയ്തു, റബ്ബി ഇന്നി മഗ്ലൂബുൻ ഫൻതസിർ, റബ്ബേ ഇന്നി മഗ്ലൂബുൻ, ഞാൻ പരാജിതനാണ്, എന്നെ ഇവർ പരാജയപ്പെടുത്തിയിരിക്കുന്നു, ഫൻതസിർ, സഹായിക്കണേ റബ്ബേ. അല്ലാഹു റബ്ബുൽ ആലമീൻ നോക്കൂ, ഒരു ഭൂമിപ്പുറത്തുണ്ടായിരുന്ന മനുഷ്യരെ മുഴുവൻ വെള്ളപ്പൊക്കത്തിൽ മുക്കി നശിപ്പിക്കുകയാണ്. നോക്കൂ, പ്രാർത്ഥനയുടെ ഫലമെന്ന് പറയുന്നത് അത് നിസാരമല്ല. അതുകൊണ്ട് ദുആ ചെയ്യുക. ഒന്നാമതായി ദുആ ചെയ്യുക, രണ്ടാമതായി ദുആ ചെയ്യുക, മൂന്നാമതായി ദുആ ചെയ്യുക. അതിന്റെ ഫലം സഹോദരങ്ങളെ നിസാരമായി കാണരുത്. ചില വിവരദോഷികൾ പറയും, നിങ്ങളിങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിരുന്നോ, നിങ്ങളിങ്ങനെ ദുആ ചെയ്തുകൊണ്ടിരുന്നോ എന്ന് പറയും. അതെ, ദുആ ചെയ്യുന്നവരുടെ ദുആ, അതിന്റെ ഫലം നിസാരമല്ല. അതിനെക്കുറിച്ച് അറിയില്ലാത്തവൻ, അതിനെക്കുറിച്ച് വിവരമില്ലാത്തവൻ ഒരിക്കലും ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്കും ഒരു സഹായം ചെയ്യുകയില്ല. അങ്ങനെയുള്ളവനെ കൊണ്ട് ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്ക് ഉപദ്രവമാണ് ഉണ്ടാവുക. പ്രാർത്ഥിക്കുക സഹോദരങ്ങളെ, നന്നായി ദുആ ചെയ്യുക. അതുപോലെ തന്നെ നോക്കൂ, ഇതിനെതിരിൽ ഇതുപോലുള്ള ഏതേത് കാടൻ നിയമങ്ങളാകട്ടെ, അതിനെതിരിലുള്ള മുസ്ലിമീങ്ങളുടെ പ്രതികരണങ്ങൾക്ക് ഇസ്ലാമിന്റെ പിൻബലം ഉണ്ടായിരിക്കണം. ഇസ്ലാമിന് അനുവദിക്കപ്പെട്ട വഴിയിലൂടെ അല്ലാതെ പ്രിയ സഹോദരങ്ങളെ നമുക്ക് ഒരു വിഷയത്തിലും പ്രതികരിക്കുക പാടില്ല. നാടുകൾ നശിപ്പിച്ചുകൊണ്ടോ, നാട് കത്തിച്ചുകൊണ്ടോ, ആളുകളുടെ യാത്രകൾ മുടക്കിക്കൊണ്ടോ, ജനങ്ങളുടെ വഴി തടസ്സപ്പെടുത്തിക്കൊണ്ടോ അല്ല മുസ്ലിമീങ്ങൾ ഒരു കാര്യത്തോടും പ്രതികരിക്കേണ്ടത്. അല്ലാഹു റബ്ബുൽ ആലമീൻ അവൻ നമ്മെ പഠിപ്പിച്ച ദീനിൽ ഈ തരത്തിലുള്ള കാര്യങ്ങളല്ല ഉള്ളത്, ഒരിക്കലുമല്ല. നോക്കൂ, ഇസ്ലാമിന് പുറത്തുള്ള ആളുകൾ പഠിപ്പിച്ചിട്ടുള്ള അവകാശങ്ങൾ നേടിയെടുക്കാൻ ഇതാണ് വഴി, ഇതാണ് പ്രതിഷേധത്തിന്റെ വഴി എന്നെല്ലാം ഇസ്ലാമിന് പുറത്തു വന്നിട്ടുള്ള വഴികൾ പലപ്പോഴും കാലങ്ങളായി പഠിപ്പിക്കപ്പെട്ടതുകൊണ്ട് മുസ്ലിമീങ്ങൾ വിചാരിക്കും ഇതൊക്കെ പ്രയോജനപ്രദമായ വഴിയാണ് എന്ന്. അല്ല സഹോദരങ്ങളെ, ബുദ്ധി കൊണ്ട് ആലോചിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും, ആളുകൾ പറയുന്ന പല വഴികളും പല പ്രതികരണങ്ങളും യാതൊരു പ്രയോജനവുമില്ലാത്ത, നമുക്ക് പലപ്പോഴും ഉപദ്രവം ചെയ്യുന്ന പ്രതികരണങ്ങളാണ്. അതിന് നിൽക്കരുത്. മറിച്ച് ദീനിൽ അനുവാദമുള്ള, നമുക്ക് അനുവദിക്കപ്പെട്ട വഴികൾ മാത്രം സ്വീകരിക്കുക. മുസ്ലിം നേതൃത്വം അവർ നിയമപരമായ വഴികൾ, ഇത്തരത്തിലുള്ള കാട നിയമങ്ങൾക്കെതിരിൽ നിയമപരമായി അതിനെ തടുക്കാൻ ശ്രമിക്കുന്നുണ്ട് എങ്കിൽ അത്തരം അത്യാവശ്യ ഘട്ടങ്ങളിൽ നിയമം ഈ പോരാട്ടം നടത്തുക എന്നത് മുസ്ലിമുകൾക്ക് അനുവാദമുള്ള കാര്യമാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്ന, ഇസ്ലാമിൽ വിലക്കില്ലാത്ത കാര്യങ്ങൾക്ക് നമുക്കൊണ്ടെന്തെങ്കിലും സഹായം ചെയ്യാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ ചെയ്യുക. എല്ലാറ്റിനുമുപരി അള്ളാഹുവിനെ സൂക്ഷിക്കുകയും അള്ളാഹുവിനോട് ധാരാളമായി പ്രാർത്ഥിക്കുകയും ചെയ്യുക. പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകാൻ നാം നമ്മുടെ യഥാർത്ഥ ദീനിലേക്ക് തിരിച്ചു പോകണം. തൗഹീദുള്ളവരാകണം നമ്മൾ. വഖഫ് മസ്ജിദുകൾക്കാണ്, അത് മഖ്ബറകൾക്കല്ല. എന്ന് പറഞ്ഞാൽ അത് കെട്ടിപ്പൊക്കിയ ജാറങ്ങൾക്ക് വേണ്ടി വഖഫ് ചെയ്യുന്ന ആളുകൾ നമ്മുടെ സമുദായത്തിലുണ്ട്. അവരെ പഠിപ്പിക്കുക നമ്മൾ. അല്ല, ഇത് തെറ്റാണ്. നന്മക്ക് വേണ്ടിയാണ് വഖഫ് ഉള്ളത്, നന്മകൾക്ക് വേണ്ടിയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. അള്ളാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്ന, തൗഹീദിൽ അടിയുറച്ചു നിൽക്കുന്ന, ബിദ്അത്തുകളിൽ നിന്ന് മാറി നിൽക്കുന്ന, തിന്മകളിൽ നിന്ന് മാറി നിൽക്കുന്ന, 5 നേരം കൃത്യമായി നിസ്കരിക്കുന്ന, നമ്മുടെ മക്കളെ അതിന് പഠിപ്പിക്കുന്ന, നമ്മുടെ മക്കളെ ഇസ്ലാമിന്റെ സംസ്കാരം പാലിക്കാൻ സാധിക്കുന്നവർക്ക് അനുവാദമുള്ള സ്ഥാപനങ്ങളിൽ മാത്രം അയക്കുന്ന, അതിലൊക്കെയാണ് സഹോദരങ്ങൾ ദീനിനോടുള്ള നമ്മുടെ സ്നേഹം ആദ്യം വെളിവാകേണ്ടത്. അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവനാകണം, തൗഹീദ് മുറുകെ പിടിക്കുന്നവനാകണം, ബിദ്അത്തുകൾ വെടിയുന്ന, സുന്നത്തുകൾ പാലിക്കുന്നവരാകണം. എങ്കിലാണ് പ്രിയമുള്ളവരെ അള്ളാഹുവിന്റെ സഹായം നമുക്കുണ്ടാവുക. അതുകൊണ്ട് മുസ്ലിമീങ്ങളുടെ വിഷയത്തിൽ ആവേശം കൊള്ളുന്നവരെ, ഇസ്ലാമിനു വേണ്ടി രോഷം കൊള്ളുന്നവരെ, നിങ്ങൾ ആദ്യം അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നതിൽ ഈ ആവേശമൊക്കെ കാണിക്കൂ. ശരിയാണ്, മുസ്ലിമീങ്ങൾക്ക് വേണ്ടിയുള്ള നിങ്ങളുടെ ചോരത്തിളപ്പും നിങ്ങളുടെ ആവേശവുമെല്ലാം നമ്മൾ വിലമതിക്കുന്നു, അതിൽ നമ്മൾ വില കുറച്ച് കാണുന്നില്ല. ഈ ഉമ്മത്തിനോടുള്ള സ്നേഹം അത് വലിയ ഇബാദത്താണ്, ശരിയാണ്. പക്ഷെ അള്ളാഹുവിനെ സൂക്ഷിക്കൂ, അള്ളാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കൂ, അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിക്കൂ. നമ്മുടെ സ്ത്രീകളുടെ കാര്യത്തിൽ, നമ്മുടെ മക്കളുടെ കാര്യത്തിൽ ഇസ്ലാമിന്റെ വിധിവിലക്കുകൾ പാലിക്കൂ. നിങ്ങൾ
നമ്മുടെ സമ്പാദ്യം സംശുദ്ധമാകട്ടെ. എങ്കിലാണ് നമ്മുടെ പ്രാർത്ഥനകൾ സ്വീകാര്യമാവുക. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെയും എല്ലാ മുസ്ലിമീങ്ങളെയും നമ്മുടെ വഖഫുകളെയും നമ്മുടെ മസ്ജിദുകളെയും നമ്മുടെ പുണ്യകേന്ദ്രങ്ങളെയും എല്ലാം എല്ലാവിധ കുതന്ത്രക്കാരുടെ കുതന്ത്രങ്ങളിൽ നിന്നും കാത്തുരക്ഷിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله وسلم على نبينا محمد.